നമുക്ക് കൃത്യമായി ഒരു 20 വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിക്കാം. വർഷം 2006. ഇന്നേ ദിവസം ജൂൺ 16 രാത്രിയിൽ ഫുട്ബോൾ ലോകത്തെ തന്നെ രോമാഞ്ചപ്പെടുത്തിയ ഒരു മത്സരം ആരംഭിക്കുകയാണ്. യൂറോപ്പിന്റെ മണ്ണിൽ ജർമ്മനിയിൽ വെച്ച് നടന്ന ആ ലോകകപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ അർജന്റീനയും സെർബിയയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. മത്സരത്തിന്റെ 74-ാം മിനിറ്റിൽ അർജന്റീന ഒരു താരത്തെ കളത്തിലേക്ക് ഇറക്കാൻ ശ്രമിക്കുകയാണ്. 19-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് നീളം മുടിയുമായുള്ള ഒരു ചെറിയ മനുഷ്യൻ. മാക്സി റോഡ്രിഗസിനെ പിൻവലിച്ച് ലയണൽ മെസ്സി അന്ന് കളത്തിലേക്ക് ഇറക്കുമ്പോൾ അയാളുടെ പ്രായം 18 ആയിരുന്നു. അയാളുടെ നിയോഗം മുൻപിൽ കണ്ടായിരിക്കണം ഗാലറിയിൽ നിന്നും അർജന്റീനിയൻ ഫുട്ബോൾ ദൈവം സാക്ഷാൽ ഡിയോഗോ മറഡോണ പോലും ആർത്തുല്ലസിച്ചത്. അതേ ഗാലറിയിൽ മറ്റൊരു കാഴ്ച കൂടെ നമുക്ക് കാണാം. അത് റൊസാരിയോയിൽ ജനിച്ചു വളർന്ന ആ ചെറു പയ്യന് വേണ്ടി അർജന്റീനൻ ജനത എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ചിത്രം. മത്സരത്തിന്റെ 88-ാം മിനിറ്റിൽ ഫുട്ബോൾ ലോകത്തിന് ഒരു സൂചന നൽകിക്കൊണ്ട് അയാൾ ലക്ഷ്യം കണ്ടു. അങ്ങനെ 18 വയസ്സുകാരനായ ലയണൽ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി വേൾഡ് കപ്പിന്റെ വേദിയിലെ ആദ്യ ഗോൾ നേടുകയാണ്. 20 വർഷങ്ങൾക്കിപ്പുറം 2026 വേൾഡ് കപ്പ് മുൻപിൽ വന്നു നിൽക്കുമ്പോൾ ആ ജനത അയാളിൽ അർപ്പിച്ച വിശ്വാസത്തെ അയാൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 20 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ജൂൺ 16 പുലരിയിൽ ലയണൽ മെസ്സി വേൾഡ് കപ്പിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഹാട്രിക് നേടിയിരിക്കുകയാണ്. കാലമേ ഇനി പിറക്കുമോ ഇതുപോലൊരു ഇതിഹാസം? ഫുട്ബോളിന്റെ ചരിത്ര താളുകളിൽ ഇതുപോലൊരു ഇതിഹാസത്തിന്റെ ചരിത്രം എഴുതാൻ ഇനി എത്ര കാലം നാം കാത്തിരിക്കേണ്ടി വരും? നൂറ്റാണ്ടുകൾ കാത്തിരുന്നാൽ പോലും ഇതുപോലൊരു മനുഷ്യൻ ഇനി പിറവി കൊള്ളില്ല എന്നത് വാസ്തവം തന്നെ. 2022 ഖത്തറിന്റെ മണ്ണിൽ അർജന്റീന സ്വപ്നങ്ങൾ സാഫല്യമാക്കിക്കൊണ്ട് 36 വർഷത്തിന് ശേഷം സാക്ഷാൽ ലയണൽ മെസ്സിക്ക് കീഴിൽ വേൾഡ് കപ്പ് നേടിയിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായി പുതിയ സ്വപ്നങ്ങളുമായി 2026 വേൾഡ് കപ്പിലേക്ക് അർജന്റീന പറന്നുയരുകയാണ്. 4 വർഷങ്ങൾക്ക് മുൻപ് അർജന്റീന തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയ ആ വേൾഡ് കപ്പ് 4 വർഷങ്ങൾക്കിപ്പുറം ഒരിക്കൽ കൂടെ നിലനിർത്താൻ വേണ്ടി തന്നെയാണ് മെസ്സിയും കൂട്ടരും ഇറങ്ങുന്നത്. ആദ്യ മത്സരം അർജന്റീനയുടെ എതിരാളികളായി വരുന്നത് അൾജീരിയയായിരുന്നു. മത്സരത്തിന് മുൻപ് തന്നെ അർജന്റീനയുടെ ആ മത്സരത്തെക്കുറിച്ച് സംശയങ്ങൾ ഏറെയായിരുന്നു. കാരണങ്ങൾ ഒരുപാടാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് അർജന്റീന തോൽക്കുകയായിരുന്നു. പിന്നീട് നടന്ന ചരിത്രമൊന്നും പറയേണ്ടതില്ലല്ലോ. അതുമാത്രമല്ലായിരുന്നു 2026 വേൾഡ് കപ്പിൽ പല വമ്പൻ ടീമുകൾക്കും സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. സ്പെയിനിനടക്കം സമനിലയായിരുന്നു അവർക്ക് ആദ്യ മത്സരത്തിൽ ലഭിച്ചിരുന്നത്. കൂടാതെ 38 വയസ്സുകാരനായ ലയണൽ മെസ്സിക്ക് ഇനിയൊന്നും അർജന്റീനയ്ക്ക് വേണ്ടി നേടാൻ കഴിയില്ല എന്ന വിമർശനവും. എല്ലാത്തിനുമുള്ള മറുപടി മത്സരത്തിന്റെ ഒടുക്കം ലയണൽ മെസ്സിയും പിള്ളേരും എല്ലാവർക്കും നൽകിയതുമാണ്. മത്സരത്തിന്റെ 17-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയെ തേടിക്കൊണ്ടൊരു ബോൾ വരുന്നു. ബോളുമായി കുതിച്ച് പോസ്റ്റിന് വെളിയിൽ നിന്നും ലയണൽ മെസ്സിയുടെ മികച്ചൊരു ഷോട്ട്. അത് അൾജീരിയൻ ആരാധകരെ നിരാശപ്പെടുത്തി അർജന്റീനൻ ആരാധകരെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ലയണൽ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. 2026 വേൾഡ് കപ്പിലെ ലയണൽ മെസ്സിയുടെ ആദ്യ ഗോള്, അതും മികച്ചൊരു ലോങ് റേഞ്ച് ഷോട്ടിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരു ഗോൾ തന്നെ ലയണൽ മെസ്സി സമ്മാനിച്ചിരിക്കുന്നു. അവിടം കൊണ്ട് തീരുന്നില്ല. രണ്ടാം പകുതിയിൽ മത്സരത്തിന്റെ 60-ാം മിനിറ്റിൽ മാക്കലിസ്റ്ററിന്റെ ലോങ് റേഞ്ചർ ഗോൾ കീപ്പർ സേവ് ചെയ്തത് നേരെ എത്തുന്നതാണെങ്കിലോ ലയണൽ മെസ്സിയിലേക്ക് തന്നെ. അത് മനോഹരമായി ഫിനിഷ് ചെയ്ത് അയാൾ മത്സരത്തിൽ അയാളുടെ 2ാമത്തെ ഗോളും നേടുന്നു. അയാളുടെ വീര്യം അയാൾ ഒരിക്കൽ കൂടെ ലോക ഫുട്ബോളിന് മുൻപിൽ തെളിയിക്കുക തന്നെയായിരുന്നു. ആ ഒരു ഗോളിന് ശേഷം മത്സരത്തിന്റെ 76-ാം മിനിറ്റിൽ വീണ്ടും ലയണൽ മെസ്സി ഗോൾ നേടുന്നു. അൾജീരിയൻ പോസ്റ്റിൽ നിന്നും അയാളുടെ മികച്ചൊരു ഷോട്ട്, അതും ലക്ഷ്യം കാണുമ്പോൾ അവിടെ പിറക്കുന്നത് ചരിത്രം തന്നെയായിരുന്നു. വേൾഡ് കപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായി ലയണൽ മെസ്സി മാറിയിരിക്കുന്നു. അയാൾ തന്റെ 6ാം വേൾഡ് കപ്പിലെ ആദ്യ മത്സരം തന്നെ രാജകീയമാക്കിയിരിക്കുകയാണ്. എന്തൊരു മനുഷ്യനാണല്ലേ അദ്ദേഹം. 2022 വേൾഡ് കപ്പ് നേടി ഇനി അയാൾ വിരമിക്കുകയായിരിക്കുമെന്നാണ് നമ്മെല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ 2026 വേൾഡ് കപ്പിൽ ഒരിക്കൽ കൂടെ അയാൾ തന്റെ അവസാന നേട്ടത്തിനായി ബൂട്ട് കെട്ടുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അയാളിൽ വലിയ പ്രതീക്ഷയൊന്നും ആരും അർപ്പിച്ചിരുന്നില്ല. കാരണം അയാൾക്ക് ഒരുപാട് പ്രായമായിരിക്കുന്നു. പഴയ പോലെ കളിക്കാനൊന്നും ഇനി ലയണൽ മെസ്സിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. MLS ലീഗിൽ മികച്ച പ്രകടനം തന്നെ ഇന്റർ മിയാമിക്ക് വേണ്ടി അയാൾ നടത്തിയിരുന്നെങ്കിലും അവിടെയും വിമർശനം
വിമർശനങ്ങളോ ദുഃഖമില്ലായിരുന്നു. കാരണം എല്ലാവരും പറഞ്ഞിരുന്നത് MLS-ലെ ചെറിയ ടീമുകളോട് കളിച്ച് ജയിക്കാൻ ലയണൽ മെസ്സിക്ക് കഴിയുമെന്ന്. ആ കളിയും കൊണ്ട് മെസ്സിക്കൊരിക്കലും വേൾഡ് കപ്പിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും. എന്നാൽ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഇന്നത്തോടെ ലോക ഫുട്ബോൾ അറിഞ്ഞതാണ്. അയാൾ ഒരു പ്രതിഭാസമാണ്. ഫുട്ബോൾ ലോകത്തിൽ ഇനിയൊരിക്കലും ആവർത്തിക്കാത്ത എത്രയോ വിസ്മയകരമായ ഒരു പ്രതിഭാസം.